മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം 1 കൊരിന്തോസ് 8:3 1 Corinthians chapter 8 verse 3. എന്നാൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവനെ അംഗീകരിക്കുന്നു. അപ്പം ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അംഗീകരിക്കുന്നു എന്നുള്ള ആ ഒരു ചിന്തയാണ് നമ്മളുടെ മനസ്സിൽ ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവം എന്നെ അറിയുന്നു, എന്നെ പരിചയമുണ്ട് എന്ന് ബോധ്യമുള്ള ആൾ യഥാർത്ഥത്തിൽ ഭാഗ്യവാനാണ്. ദൈവം തന്നെ നേരിട്ട് അറിയുന്ന വിശ്വാസം ക്രിസ്ത്യാനിക്ക് സന്തോഷവും അഭിമാനബോധവും തരുന്നു. ഈ ലോകത്തിന് മുഴുവൻ സൃഷ്ടാവായ ദൈവം നമ്മെ നേരിട്ടറിയുന്നെങ്കിൽ അതെത്ര ആഗ്രഹിക്കത്തക്ക പദവിയാണ്. ഒരു അനാഥശാല സന്ദർശിക്കുവാൻ ബിഷപ്പ് വരുന്നതിനാൽ അനാഥശാലയുടെ ചുമതലക്കാർ വലിയ ഒരുക്കങ്ങൾ ചെയ്തു. കുട്ടികളെല്ലാം ഭംഗിയായി വേഷം ധരിപ്പിച്ചു. ബിഷപ്പ് മടങ്ങിപ്പോയി കഴിഞ്ഞപ്പോൾ ഒരു ബാലിക വിങ്ങി വിങ്ങി കരച്ചിൽ തുടങ്ങി. കാരണം ചോദിച്ചപ്പോൾ അവൾ ഇപ്രകാരം പറഞ്ഞു: ബിഷപ്പ് തിരുമേനി എന്റെ കൂട്ടുകാരെ പലരെയും നോക്കി ചിരിച്ചു, എന്നെ നോക്കുക പോലും ചെയ്തില്ല. എനിക്ക് വലിയ ദുഃഖമായി പോയി. ആ ബാലികയെ ബിഷപ്പ് അറിഞ്ഞില്ല എന്നതായിരുന്നു ദുഃഖകാരണം. ദൈവം നമ്മെ അറിയുന്നു എന്ന അറിവ് ഏറ്റവും വലിയ സന്തോഷമാണ്. ദൈവം നമ്മെ അറിയണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കണം. നമ്മുടെ അനുഭവങ്ങൾ ദൈവം നമ്മെ അറിയുന്നു എന്നതിന് തെളിവാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ലഭിച്ചിട്ടുള്ള മറുപടികൾ, തെറ്റ് ചെയ്തപ്പോൾ ലഭിച്ച ശിക്ഷകൾ മുതലായവ ദൈവം നമ്മെ അറിയുന്നതിന് തെളിവുകളാണ്. വികാരങ്ങൾ തെറ്റായ മാർഗങ്ങളിലേക്ക് നമ്മെ ആകർഷിക്കുമ്പോൾ അതിനെതിരായി ഉറച്ച തീരുമാനമെടുക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ആന്തരിക പ്രേരണ ദൈവം നമ്മെ അറിയുന്നു, നമ്മുടെ കാര്യങ്ങൾ താല്പര്യമുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്. കഴിഞ്ഞകാല അനുഭവങ്ങളെ നോക്കിയാൽ നമുക്കുള്ള എല്ലാ അനുഭവങ്ങളും നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും നന്മയ്ക്കുമായി ആവശ്യമായിരുന്നു എന്ന് വ്യക്തമാകും. ദൈവം നിശ്ചയമായും എന്നെ അറിയുന്നുണ്ട്. എന്നെ അറിയുന്ന ദൈവം എന്റെ ആവശ്യങ്ങളെയും അറിയുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.